ഗാന്ധിയുടെ ഒരു കുട്ടി ചോദിച്ച ചോദ്യമുണ്ട് കേട്ടോ, ബാപ്പുജി എന്താണ് ജനാധിപത്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് മാത്രം ധരിക്കാതെ കൂടെ ചിലർ ഓടിയിരുന്നു എന്ന് കൂടി ഓർക്കുന്നതാണ് ജനാധിപത്യം. ചെറിയ കാര്യമല്ല. അടുത്തൊരു വാക്യം കൂടിയുണ്ട്, ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾ ജയിച്ചത് കൊണ്ട് മാത്രമല്ല, കൂടെ ഓടി തോൽക്കാൻ ചിലരുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും പരാജിതരുടെ വലിയൊരു നിര അദൃശ്യമായിട്ടുണ്ട് എന്ന ഓർമ്മയുടെ പേരാണ് ജനാധിപത്യം. പൊതുവെ നമ്മളിപ്പോൾ വിജയികളെ കുറിച്ച് ഓർക്കുന്ന കാലമാണ്. പരാജിതരാണ് പക്ഷേ ഈ വിജയികളെ രൂപപ്പെടുത്തുന്നത് എന്ന് നിരന്തരം ഓർത്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഗാന്ധിജി. അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ വന്നില്ല. അദ്ദേഹം നവഖാലിയിൽ നടക്കുകയും ശവങ്ങൾക്കിടയിലൂടെ നടക്കുകയും ചോരപ്പുഴകൾക്കിടയിലൂടെ നടക്കുകയും ഈ സ്വാതന്ത്ര്യം തൻ്റെതല്ല എന്ന് പറയുകയും ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ നിരാഹാരം കിടക്കുകയും ചെയ്ത ഒരാളായി മാറി. ഇന്നിതൊന്നും ഓർക്കാൻ എളുപ്പമുള്ള ആശയങ്ങളല്ല. ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ ആദ്യമായി നിരാഹാരം കിടക്കുന്നത് ഗാന്ധിജിയാണ്. പാകിസ്ഥാന് കൊടുക്കാനുള്ള 50 കോടി രൂപയോളം കൊടുക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യക്കെതിരെ ആദ്യമായി നിരാഹാരം കിടക്കാൻ ഗാന്ധിജി തീരുമാനിക്കുന്നു. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്നു. അതുകൊണ്ട് ഒരു രാഷ്ട്രപിതാവ് എന്താണ് ചെയ്യേണ്ടത് എന്നതിന് ഗാന്ധിയുടെ ഒരു ഉത്തരവുണ്ട്. ഗാന്ധിജി ഒരുപാട് ഇത്തരം ഉത്തരങ്ങൾ നൽകിയ ഒരാളാണ് കേട്ടോ. നിയമം കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഗാന്ധിജി പറഞ്ഞ ഉത്തരവാണ് ഏറ്റവും ശരിയായ ഉത്തരവായത്. അത് ലംഘിക്കണം എന്ന്. അന്ന് ആനി ബസന്റ് ഗാന്ധിയായിട്ട് വലിയ വഴക്കുണ്ടാക്കി. നിയമം ലംഘിച്ചുകൂടാ, നിയമം അനുസരിക്കണം, പൗരന്മാരത് ചെയ്യണം. അപ്പോൾ ഗാന്ധിജി പറഞ്ഞത് നിയമം അനുസരിക്കേണ്ടതാണ്. എപ്പോൾ വരെ? നിയമം നീതിക്ക് നിരക്കുന്നതായിരിക്കും പറയും. ഗാന്ധി പറഞ്ഞു നീതിയാണ് പ്രധാനം, നിയമമല്ല. നിയമം. അതുകൊണ്ടാണ് നമ്മുടെ ഈ വലിയ നേതാക്കളൊക്കെ പറയുമല്ലോ, നിയമം അതിൻ്റെ വഴിക്ക് പോകും, അദ്ദേഹത്തിൻ്റെ വഴിയിൽ അതൊരിക്കലും വരില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാതാണ്. അതുകൊണ്ടാ പറയാ, നിയമത്തിൻ്റെ വഴിക്ക് പോകും, പിന്നെ വരില്ല തിരിച്ച്, ആ വഴി പോകും. അങ്ങനെ പോയ നിയമങ്ങളുടെ വഴി എത്രയുണ്ട് നിങ്ങൾ വെറുതെ നോക്കിക്കോളൂ. പോയ നിയമങ്ങളുടെ വഴി എത്രയുണ്ട്? ഗാന്ധിജി അതിനെക്കുറിച്ച് അറിയുന്നുള്ള. അതുകൊണ്ട് നീതി പ്രധാനമായി. ഈ നീതിയിൽ തൊട്ടതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിലായിരിക്കണം, നിങ്ങൾ ജീവിക്കേണ്ടത് ആർത്തിയിലായിരിക്കരുത്. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ജീവിതക്രമം നമുക്ക് ലോകത്തെവിടെയും കെട്ടിപ്പടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാനിതൊരു പരാജിതമായ ഓർമ്മയുടെ ദിവസമാണ് എന്ന് പറഞ്ഞത്. നമ്മുടെ ആവശ്യങ്ങൾ കൊണ്ട് കെട്ടിപ്പടുക്കാവുന്നൊരു ജീവിതം സാധ്യമാണോ എന്ന് ലോകത്ത് ഒരുപാട് പേർ അന്വേഷിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്തിമമായ തട്ടിക്കിഴിക്കൽ എന്ന മട്ടിൽ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ തോത് കൂടിക്കൂടി വരികയും 410 ppm എന്ന തോതിലേക്ക് അന്തരീക്ഷവായുവിലെ കാർബണിൻ്റെ അളവ് എത്തിച്ചേരുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് നാം പ്രകൃതിയെക്കുറിച്ച്, നിലനിൽക്കുന്ന വികസനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. IPCC മീൻസ് ഇൻ്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ലോകത്തെ 3000-ഓളം ശാസ്ത്രകാരന്മാരുൾപ്പെട്ട കാലാവസ്ഥാ പഠനത്തിൻ്റെ സമിതിയാണ് IPCC. 2008-09 പുറത്തുവിട്ട അവരുടെ 4ാമത്തെ അവലോകന റിപ്പോർട്ടിൻ്റെ കൺക്ലൂഡിങ് കമൻസിൽ വളരെ കൗതുകമുള്ളൊരു നിരീക്ഷണമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, 3ാം ലോക രാജ്യങ്ങൾ 1ാം ലോക സമൂഹങ്ങളെപ്പോലെ വികസിക്കാത്തത് കൊണ്ടാണ് ഭൂമി ബാക്കിയുള്ളത് എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ വികസനം കൊണ്ടല്ല, ഞങ്ങളുടെ ദാരിദ്ര്യം കൊണ്ടാണ് ഈ ലോകം ബാക്കി നിൽക്കുന്നത് എന്ന് ലോകത്ത് 500 കോടി ദരിദ്രന്മാർക്ക് എഴുന്നേറ്റ് എന്ന് പറയാവുന്ന ഒരു ഘട്ടം വന്നിരിക്കുന്നു എന്നതാണ് ലോകത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം. അമേരിക്കയിലെ ഒരു പൗരൻ്റെ പ്രതിശീർഷ കാർബൺ എമിഷൻ 27 ടണ്ണാണ്. 27 ടൺ.
ലോകത്തെ 400-500 കോടി വരുന്ന പരമദരിദ്രരുടെ പ്രതിശീർഷ കാർബൺ എമിഷൻ 1.5 ടണ്ണാണ്. ഈ 1.5 ടൺ 27 ടണ്ണായാൽ ഈ ഭൂമി അന്ന് അവസാനിക്കും. അതുകൊണ്ട് ദാരിദ്ര്യം കൊണ്ടാണ്, സമ്പത്ത് കൊണ്ടല്ല ഭൂമി ബാക്കി നിൽക്കുന്നത് എന്നിടത്ത് നാം ലോകത്തെ എത്തിച്ചു കഴിഞ്ഞു. ദാരിദ്ര്യം കൊണ്ടാണ് കേട്ടോ ലോകം ബാക്കി നിൽക്കുന്നത്, സമ്പത്ത് കൊണ്ടല്ല. 27 ടൺ കാർബൺ എമിഷന് പൊട്ടൻഷ്യൽ ഉള്ളവരായി ലോകത്ത് 700 കോടി മനുഷ്യർ മാറിത്തീർന്നാൽ ഈ ഭൂമി ബാക്കി ഉണ്ടാവില്ല. ഈ 2 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞല്ലോ, 2 ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷ താപം ഉയർന്നാൽ 1 മീറ്റർ മുതൽ 4 മീറ്റർ വരെ സമുദ്രജലനിരപ്പ് ഉയരുകയും 1 മീറ്റർ സമുദ്രജലനിരപ്പ് ഉയർന്നാൽ 100 കോടി മനുഷ്യരുടെ ആവാസസ്ഥാനം മുങ്ങിപ്പോവുകയും 4 മീറ്റർ ജലനിരപ്പ് ഉയർന്നാൽ 300 കോടി മനുഷ്യരുടെ ആവാസസ്ഥാനം മുങ്ങിപ്പോവുകയും ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് 100 കോടിയിൽ നിന്ന് 300 കോടിയിലേക്കുള്ള ഈ യാത്രക്കിടയിൽ എവിടെയോ ആണ് വാസ്തവത്തിൽ മനുഷ്യവംശം ഇന്ന് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വികസിക്കാതിരുന്ന മനുഷ്യർ, തങ്ങൾ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് വില കിട്ടാണ്ട് തെരുവിൽ വലിച്ചെറിയുന്ന മനുഷ്യർ, പശുവിനെ വളർത്താൻ ലോഡെടുത്ത് കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യർ, പാല് റോട്ടിൽ ഒഴുക്കി കഴിയുന്ന മനുഷ്യർ, അവരുടെ ദാരിദ്ര്യത്തിലാണ് വാസ്തവത്തിൽ ഭൂമി ബാക്കി നിൽക്കുന്നത് എന്ന കാര്യം നാം ഓർമ്മിക്കേണ്ടതാണ്. ഇത് വിചിത്രമായ ഒരു പരിണാമത്തിൻ്റെ അടയാളമാണ്. കാരണം എന്തിനുൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യം വാസ്തവത്തിൽ ആധുനിക നാഗരികത ചോദിക്കാറില്ല. അത് അനന്തമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ ഉൽപ്പന്നങ്ങളുടെ തടവുകാരാക്കി നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കും എന്നതാണ് ആധുനിക ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം. അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ എത്ര പേന വേണം എന്നത്, നിങ്ങൾക്ക് ധരിക്കാൻ എത്ര ഷർട്ട് വേണം എന്നത്, പണ്ട് ടോൾസ്റ്റോയ് ചോദിച്ചതുപോലെ ഒരാൾക്ക് എത്ര അടി മണ്ണ് വേണം എന്നത്, അതാണ് അവസാനത്തെ ചോദ്യം. ഒരാൾക്ക് എത്ര അടി മണ്ണ് വേണം എന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചോദ്യമല്ലാതായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും പേന കൊണ്ട് എന്ന് ചോദിച്ചാൽ എഴുതും എന്നുള്ളത് അവസാനത്തെ ഉത്തരമാണ്. ഗാന്ധിയുടെ പേരിൽ മോൺബ്ലാക്ക് ഇറക്കിയ, മോൺബ്ലാക്ക് എന്ന് നിങ്ങൾ കേട്ട് കാണുമല്ലോ, ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ പേന നിർമ്മാണ കമ്പനിയാണ്, ഏറ്റവും ബ്രാൻഡഡായ പേന നിർമ്മാണ കമ്പനിയാണ്. അവരുടെ പേന നിങ്ങൾ കുത്തിയാൽ നിങ്ങൾ വളരെ വിശിഷ്ടനായൊരു മനുഷ്യനായിത്തീരും എന്നതാണ് അതിൻ്റെ ഒരു ഗുണം. അങ്ങനെ ഗാന്ധിയുടെ പേരിൽ മോൺബ്ലാക്ക് ഒരു ലിമിറ്റഡ് എഡീഷൻ പേന ഇറക്കുകയും ഒരു പേനയ്ക്ക് 15 ലക്ഷം റുപ്യ വില തീരുമാനിക്കുകയും ചെയ്തു. ഗാന്ധിയുടെ ജീവിതത്തിന് ആകെ അത്രയും വില ഉണ്ടായിരുന്നിട്ടില്ല. ഇതാണ് നാം ജീവിക്കുന്ന ജീവിത പരിസരത്തിൻ്റെ ഒരു പ്രകൃതം. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പ്രകൃതി എന്ന് പറയുന്നത് വാസ്തവത്തിൽ നാം വച്ചു പുലർത്തേണ്ട ഗൃഹാതുരമോ കാൽപ്പനികമോ ആയ ഒരാഭിമുഖ്യമല്ല. മറിച്ച് പ്രകൃതി എന്നത് നമ്മുടെ സമകാലിക ജീവിതം അടിതുരന്നില്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന നാം അടക്കമുള്ള ആവാസ വ്യവസ്ഥയാണ് പ്രകൃതി.